എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബോണ്ടയാണ്, അല്ലെങ്കിൽ ഉണ്ടംപൊരി. ഇത് പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇതൊരു ഹോം സ്റ്റൈൽ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് ചെറിയ ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് അമേരിക്കൻ മാവ്, 2 ഞുള്ള് ജീരകം ആഡ് ചെയ്യുന്നുണ്ട്, 5-6 ഏലക്ക, പഞ്ചസാര 50 ഗ്രാം അല്ലെങ്കിൽ ഹാഫ് കപ്പ്, ഒരു വലിയ പഴം ആഡ് ചെയ്യുന്നുണ്ട്, ശർക്കര 100 ഗ്രാം, ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഏലക്കായും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജീരകം കൂടെ ഇവിടെ ആഡ് ചെയ്ത് ഇതൊന്ന് പൊടിച്ചൊരു പൗഡറാക്കി എടുക്കാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒരു പാനിയാക്കി എടുക്കാം. അത് കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന പഴം കൂടി ഒരു പേസ്റ്റാക്കി അടിച്ചെടുക്കുക, ഏകദേശം ഇതുപോലെ. ഇനി അടുത്തത് നമ്മുടെ മിക്സിംഗ് പ്രോസസ്സാണ്. ഇതിന് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് അമേരിക്കൻ മാവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ആഡ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇവിടെ ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത പൗഡർ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, പഴം പേസ്റ്റ് ആക്കിയതും കൂടി ഇവിടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ശർക്കരപ്പാനിയും കൂടെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ചെറു ചൂടുള്ള ശർക്കരപ്പാനിയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്യാവുന്നതാണ്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയേക്കാൾ തിക്കായിട്ട് നമുക്ക് ഈ മാവ് കിട്ടണം. ഏകദേശം ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് അടച്ച് മാറ്റി വെക്കാം. നമ്മൾ വെക്കുന്നത് ഏകദേശം 6 മണിക്കൂറാണ്. കൂടുതൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം വെച്ചാൽ മതി. നമ്മളിവിടെ കുറച്ച് ബേക്കിംഗ് പൗഡറേ ആഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് 6 മണിക്കൂർ വെക്കുന്നത്. ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ബോണ്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു വിഭവമാണ്. മറക്കാതെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവർക്കും വലിയൊരു നന്ദി.